ഹലോ ഗൈസ്, വെൽക്കം ടു അലീന ട്രീസ ജോർജ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ബ്രോഡ്വേയിലേക്കുള്ള ഒരു യാത്രയാണ്. അറിയാലോ, ക്രിസ്മസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിക്കാർ ആദ്യം ഓടി എത്തുന്ന സ്ഥലം ബ്രോഡ്വേ മെയ്ത്തർ ബസാറാണ്, ബ്രോഡ്വേ മാർക്കറ്റാണ്. സോ ഇന്ന് അവിടേക്കുള്ളൊരു യാത്രയാണ്. അത് നമ്മൾ പർച്ചേസിങ്ങിനൊന്നും പോയതല്ല, ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയതാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ December 7th 8th ആ ഒരു ടൈമായിരുന്നു. എന്നിട്ട് ഭയങ്കര റഷായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തിക്കി തിരക്കി നമ്മൾ എന്താ പറയുക, ചൂടെടുത്ത് ഒരു ഇതാണ് പോയത്. നമ്മൾ സാധനമൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒരു സ്റ്റാറും ലൈറ്റും ഒക്കെ വാങ്ങിച്ചുള്ളൂ. പക്ഷേ കാണാനായിട്ട് പോയതാണ്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്നവരുണ്ട്. ഹാറ്റിൽ വൈറ്റ് ആയി പ്രാവശ്യം വാങ്ങിച്ചാൽ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഏത് ഗോൾഡൻ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടാ അതാ നല്ല ഡോറെ തോന്നാനല്ല, ഞാൻ കഴിച്ചു നോക്കിയത് താഴെ പോയി. ഇത് വാങ്ങാം. അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ സ്റ്റാർസും ലൈറ്റും മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ പുറത്തിറങ്ങി മടുത്ത് വിയർത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ ഫെദേഴ്സിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാണുന്നത്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനം, ഒരുപാട് പേരെ ഫോട്ടോഷൂട്ട്സിലും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട വഴിയെ അത് വാങ്ങിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഉപകാരമൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് ഫോട്ടോസിൽ വെക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഞാനത് എടുത്തു. അങ്ങനെ മടുത്ത് ഇങ്ങനെ നടന്ന് ദാഹിച്ച് ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഉള്ളിൽ വെള്ളമൊന്നും കിട്ടത്തില്ല കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി ദാഹിച്ച് വെള്ളം കുടിക്കാൻ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ദൈവത്തെ പോലെ ഒരു ചേട്ടൻ അവിടെ നിന്ന് കരിക്ക് വെട്ടുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, ഞാൻ ആൽബിച്ചിന് 2 കരിക്കും വാങ്ങി വെള്ളം കുടിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത്. ഉച്ചയ്ക്ക് പോകുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ അപ്പുറമാണ്. പക്ഷെ അന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. അന്ന് ഇതുപോലെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചേട്ടൻ ഇതുപോലെ കരിക്ക് വെട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളന്ന് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരിക്ക് കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ആലോചിച്ചോണ്ട് പറയുമായിരുന്നു, ദൈവമേ രാത്രിയുണ്ട് കരിക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഉച്ചയാണെങ്കിൽ കരിക്ക് കിട്ടിയേനെ. എന്തോ ഭാഗ്യത്തിന് കരിക്കൊക്കെ കിട്ടി. അങ്ങനെ കരിക്ക് കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഷോപ്പിംഗ് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. ഒരു തവണ കൂടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നെക്സ്റ്റ് ഡേ എനിക്ക് രാവിലെ ട്രിവാൻഡ്രം ഷൂട്ടിന് പോകേണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അറിയത്തില്ല, ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ എടുത്തില്ലേ, പറ്റുമെങ്കിൽ ഒന്നുകൂടെ പോകണം. അവിടെ പോകുന്നത് മാത്രമല്ല, അവിടുത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും ഒരു രസമാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.